ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാന്തപുരം രാജ്യത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം ലോകത്തിന്റെ നാനാദിക്കുകളിൽ വിശ്വാസവിപ്ലവത്തിന്റെ വിസ്മയം സൃഷ്ടിച്ച് ആദർശപ്രബോധന പ്രവർത്തനത്തിന്റെ വഴിത്താരയിൽ പൂവിതറിയ സാത്വിക പുരുഷൻ, അശരണരും അഗതികളും അനാഥകളും നിരാലംബരുമായ ഒട്ടനവധി പട്ടിണിപ്പാവങ്ങളെ പരിരക്ഷിച്ച് സംസ്കൃതിയുടെ സദീപ്ത കരണങ്ങളുടെ പ്രതീകമാക്കിയ കർമ്മയോഗി, മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയ കലാലയങ്ങളിലൂടെ ധാർമ്മിക നിഷ്ഠയും രാഷ്ട്രപ്രതിബദ്ധതയുമുള്ള 10,000-കണക്കിന് പണ്ഡിതന്മാരെ പ്രപഞ്ചത്തിന് സമർപ്പിച്ച പണ്ഡിത ജ്യോതിസ്, മതവിരോധികളുടെ അന്ധമായ ആരോപണ ശരണങ്ങളുടെ മുനയൊടിച്ച് അജ്ഞതയുടെ മൺപുറ്റുകളെ പിഴുതെറിഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ നവജാഗരണത്തിന് രചനാത്മകമായ നേതൃത്വം നൽകുന്ന ഉസ്താദിന്റെ കനിവാർന്ന കരങ്ങൾക്ക് കയ്യാമം വെക്കാൻ കരുക്കൾ നീക്കുന്ന ഗൂഢശക്തികൾ നിലക്കാത്ത പകയും ഒടുങ്ങാത്ത വിദ്വേഷവുമായി ഉലകം ചുറ്റുകയാണ്. കാന്തപുരത്തെ താറടിച്ച് താഴ്ത്തിക്കെട്ടുക എന്ന ഒറ്റ ലക്ഷ്യമേ ഇവർക്ക് ജീവിതത്തിലുള്ളൂ. പട്ടിക്കാടും നന്ദിയും മാത്രമാണ് ദുനിയാവെന്നു മനസ്സിലാക്കിയ ഈ കൂപമണ്ഡൂഹങ്ങൾ കാന്തപുരത്തെ ഒതുക്കാൻ ആവുന്നതെല്ലാം ചെയ്തു നോക്കി. അരീക്കാട് പള്ളിയിലൂടെയും കുവൈത്ത് കരാറിലൂടെയും ചേകന്നൂർ വധക്കേസിലൂടെയും കമാലിയ മെഡിക്കൽ കോളേജിലൂടെയും ഇവർ ചുറ്റിക്കറങ്ങി. കൈപിടിക്കാൻ ജമമുജകളും കൂടി വന്നപ്പോൾ പിന്നെ ഒരുമിച്ചായി കാന്തപുരത്തിനെതിരെയുള്ള ആക്രമണം. ഇതിനുവേണ്ടി ഏത് തലതിരിഞ്ഞവനെയും കൂട്ടുപിടിക്കാൻ ഇവർ തയ്യാറായി. ഏറ്റവും ഒടുവിൽ മദീന മലർവാടിയിലെ ഖുബ്ബത്തുൽ ഖദറാഇന്റെ താഴികക്കുടത്തിനു കീഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യറസൂലിന്റെ തിരുകേശം പതിറ്റാണ്ടുകളായി പവിത്രതയോടെ പളുങ്കുപാത്രത്തിൽ പരിരക്ഷിച്ച തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഖസ്റജി കുടുംബത്തിന്റെ അനുഗ്രഹീത ഹസ്തങ്ങളിൽ നിന്നും ഖമറുൽ ഉലമയുടെ കരങ്ങളിലെത്തിയതോടെ പതഞ്ഞുപൊങ്ങിയ വൈരാഗ്യത്താൽ ഇളകിമറിഞ്ഞു പൂരത്തെറിയും പുലഭ്യവർഷവും നടത്തി അന്തരീക്ഷം മലിനപ്പെടുത്തുന്ന കൗതുക കാഴ്ചയാണ് ഈ പണ്ഡിത കോമരങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്നാൽ ഗതകാലങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും കാന്തപുരത്തോട് യുദ്ധത്തിനൊരുങ്ങിയവർക്കെതിരെ ആദർശ പടവാളേന്തുകയാണിവിടെ. ആദ്യമായി കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ആദരവോടെ സൂക്ഷിച്ചുവരുന്ന ആരംഭ റസൂലിന്റെ തിരുകേശത്തെ വ്യാജമാക്കുന്ന ഒരു കൂട്ടം അസൂയാലുക്കളെ നിങ്ങളൊന്ന് കാണൂ. മുടി കൊണ്ട് നടക്കുന്ന ഈ വ്യാജന്മാർ അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഇവരെ കയ്യിലുള്ളത് മുഴുവനും വ്യാജമാണ്. എന്താ വ്യാജമല്ലാത്ത പിന്നെങ്ങനെ മുടിയായിട്ട് ഒറിജിനൽ കിട്ടുക? എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും മീത വഞ്ചന ഏതാ? റസൂലുള്ളാഹിന്റെ മുടി കാരന്തൂർ മർക്കസിലുണ്ടെന്ന് അവർ പറയുന്നത്. മുടിയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് നമുക്കൊരു വിഷമമില്ല. പക്ഷേ ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ. പിന്നെ ആരുടെ മുടിയായിരിക്കണം? അത്ര വലിയ മുടി വെച്ച് നടക്കുന്ന ആളാരായിരിക്കും? ഒന്നുകിലും പെണ്ണുങ്ങൾ, ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുടി, അതുവരെ വല്ല സ്വാമിമാരുടെ മുടി അവർ രക്ഷിക്കണം. വലിയ മുടി നടക്കുന്നത് പിന്നെ അവരാണ്. അതുണ്ടാവും. എന്നിട്ട് ആ മുടി ഇപ്പൊ 3 സാധ്യത അല്ല, അതിലൊരു സാധ്യതയാണല്ല റസൂലുള്ളാഹിന്റെ മുടി. മറ്റൊരു സാധ്യതയുണ്ടല്ല സ്വാമിമാരുടെ മുടി. അത് മുക്കിയ വെള്ളം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹു തആല രക്ഷിക്കട്ടെ. ഇനി ഡോക്ടർ അഹ്മദ് ഖസ്റജി,
തന്റെ കുടുംബത്തിൽ പാരമ്പര്യമായി സൂക്ഷിച്ചുവരുന്ന തിരുകേശങ്ങളിൽ നിന്ന് ഒന്നോ ശൈഖുന കാന്തപുരം ഉസ്താദിന് നൽകിയ കാരണത്താൽ ഖസ്റജി കുടുംബത്തിൽ അങ്ങനെയൊരു കേശം തന്നെയില്ലെന്നോ ഉറപ്പിച്ചു പറയുന്ന ഒരു മുസ്ലിയാരെ നിങ്ങളൊന്ന് കാണൂ. ഇവർ പറയുന്നത് 10 വർഷത്തോളമായി കാന്തപുരവും ഫضൽ തങ്ങളും ഈ മുടി ചോദിച്ചു നടക്കുകയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ ഓർഡർ ഖസ്റജിക്ക് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല. 10 കൊല്ലത്തോളമായി ചോദിച്ചിരുന്നു ആ മുടി. പക്ഷെ റസൂലുള്ളാഹി നേരിട്ട് പെർമിറ്റ് കൊടുക്കാത്തത് കൊണ്ട് മുടിയുടെ കൈമാറ്റം നടന്നില്ല എന്ന് പറയുമ്പോൾ അതിലൂടെ ഇവർ വളരെ വ്യക്തമായി സമൂഹത്തോട് ഇവർ പറയുന്നത് 10 വർഷത്തോളമായി ഈ മുടി അഹമ്മദുൽ ഖസ്റജിയുടെ കൈവശമുണ്ട്, ഖസ്റജി കുടുംബത്തിന്റെ കൈവശമുണ്ടെന്ന അത് തെളിയിക്കാൻ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധികാരികമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആവശ്യപ്പെട്ടത് 10 വർഷമായി ഖസ്റജി കുടുംബത്തിന്റെ കൈവശമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. 10 വർഷം മുമ്പ് ഖസ്റജി കുടുംബം തിരുകേശം കൈകാര്യം ചെയ്തിരുന്നതിന് തെളികൾ നൽകാൻ സന്നദ്ധമാണോ? അവിടെ 10 കൊല്ലം മുമ്പ് അഥവാ 10 കൊല്ലമല്ല, ഇയാളെ വാപ്പ മരിച്ചിട്ട് 2006 ഇയാളെ വാപ്പ മരിച്ചത്. ആ കാലം വരെ അവിടെ അങ്ങനെ ഒരൊറ്റ മുടി പോലും ഇല്ല. നബിദിന സമ്മേളനത്തിനും മൊഹീദ്ദീൻ റാത്തി ഷെയ്ഖിന്റെ മൗലൂദിനും പിന്നെ വറാത്തിരാവിന്റെ അന്നും 25ന്റെ അന്നൊക്കെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പ. ആ കാലത്ത് ധാരാളം മലയാളികൾ അവിടെ പങ്കെടുക്കാറുണ്ട്. കാരണം കേരളീയരുമായി അവരവരുടെ അടുത്ത് ബന്ധമുള്ള ആൾക്കാർ. ബാപ്പ 2006 പിതാവ് മരിക്കുന്നത് വരെ അവിടെ അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പ്രദർശിപ്പിക്കപ്പെട്ടതായി ആർക്കും അറിയില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പച്ചക്കളവ്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന രീതിയിൽ എത്തിയ രാജ്യങ്ങളും രേഖകളും ഒക്കെ പരിശോധിച്ചാൽ അൽ ഇമാറാത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ എന്നറിയപ്പെടുന്ന UAE-യിൽ ഏതെങ്കിലും ഒരു മുടി വന്നെത്തിയ രേഖ കൊണ്ടുവരാൻ ആർക്കും ഒരാൾക്കും സാധ്യമല്ല തന്നെ. ഓ സുന്നി സമൂഹമേ, ഇതേ കേശത്തെ സംബന്ധിച്ച മുമ്പ് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ഒന്ന് കേൾക്കട്ടെ. അബുദാബിയിൽ ഖസ്റജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുവയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരിക പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ടുകാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി, ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. കണ്ണിമുറിയാത്ത പരമ്പരയിലൂടെ വളരെ പാവനമായി സൂക്ഷിച്ചുവരുന്ന ഈ തിരുകേശങ്ങളെ ഉളുപ്പില്ലാതെ തള്ളിപ്പറയാൻ ഇപ്പോൾ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താണെന്നോ മിസ്റ്റർ കാസിമി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നട്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടോളൂ. ഉറങ്ങുന്നുണ്ടാ? ചെന്നായുമല്ല. എങ്ങനത്തെ ചെന്നായ? വിഷന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ ഉർസിലാഫി ഗനമിൻ, ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ടു. എങ്കിൽ ഈ 2 ചെന്നായ്ക്കളും ആ ആടിൻകൂട്ടത്തിന് കേടുവരുത്തുകയില്ല. സ്ഥാനമാനത്തോടും ധനത്തോടും ഒരു ആർത്തി പൂണ്ട മനുഷ്യൻ സമുദായത്തിൽ കേടുവരുത്തുന്നാത്ര എല്ലാവർക്കും എനിക്കടക്കം ചിന്തിക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. ഓ സുന്നി സമൂഹമേ, ഖസ്റജി കുടുംബത്തിൽ തിരുകേശമുണ്ടെന്ന് അമ്പലക്കടവ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഒപ്പം നടക്കുന്നവർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഖസ്റജിയുടെ വീട്ടിലും മുടിയുണ്ട് എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് ഏപ്പിക്ക് ഹമീദ് ഫൈസിയെ ഇത്തിഫാഖ് ചെയ്തതാ. വലിയ പെടല വെട്ടറ്. സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഇത് പറയാനാ ഞാൻ എന്നെ വിളിച്ചത്. സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഇത് പറയാൻ എന്റെ ലക്ഷ്യം.
ഓ സമൂഹമേ, പറ്റിക്കൽ അമ്പലക്കടവിന്റെ മാത്രം കുത്തകയല്ല. ഖസ്റജി കുടുംബത്തിലുള്ള തിരുകേശങ്ങളുടെ സനദ് രേഖകളിൽ കണ്ടുവെന്ന് അമ്പലക്കടവ് പറഞ്ഞതിനെ വെറും കേട്ടുകേൾവിയുള്ള കഥയാക്കി മാറ്റുന്ന ഖാസിമിയുടെ വൻ തട്ടിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു, ഖസ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ഓ ഖാസിമി, ഇപ്പോൾ പറ്റിച്ചത് നിങ്ങളാണ്. അമ്പലക്കടവെന്താണ് പറഞ്ഞതെന്നും നിങ്ങളെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒന്നിച്ചു കാണൂ. ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ഫൈസി. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അമീർ ഫൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താണ്. അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. വലിയ പെടല വെട്ടറ്. കണ്ടവനെ പോലെ അല്ലല്ലോ കേട്ടോര്. കണ്ടു വന്നവരോട് കേട്ടോല് പറയാ, കണ്ട ചെയ്ത് മാറിക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന്. അതവിടെ നിന്ന് കണ്ട ചെയ്ത് മാറിക്ക്, എനിക്കതിനെ പറ്റി യാതൊരു വിവരമില്ല, കേട്ട ഞാൻ പറയട്ടെ എന്ന്. ഇതാണോ ഇതിന്റെ ശരി? പ്രിയപ്പെട്ടവരെ, നമ്മളെ വിനയത്തോടെ നിങ്ങൾ വല്ല ആദരവ് അർഹിക്കുന്നുണ്ടെങ്കിൽ ആ ആദരവ് അർഹത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാ. എന്തിനാ ഇതൊക്കെ? ഇനി തന്നെ താങ്ങാനെത്തിയ ഖാസിമിയെ വ്യാജ കഥയുണ്ടാക്കി അമ്പലക്കടവ് രക്ഷിക്കാൻ നോക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ അബുദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോട് സുഹൃത്ത് ഇടയ്ക്കിടെ പറയും, നമ്മുടെ ഖസ്റജിന്റെ വീട്ടിലൊരു മുടിയുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റബീഉൽ അവ്വലിനും പ്രദർശിപ്പിക്കും, റമദാനിനും പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധന, ഒന്ന് പോയി കണ്ടുടേക്കും. ഓ കാണാൻ പറഞ്ഞു നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷെ എന്റെ മനസ്സിൽ സത്യസന്ധനായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വേരൂന്നി. ഞാൻ സ്വാഭാവികമായും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരിക്കും എന്റെ ധാരണ. ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അസത്യം. അസത്യങ്ങൾ ഒരു അസത്യം പറഞ്ഞാൽ, ഒരു നുണ പറഞ്ഞാൽ അതിനെ താങ്ങി നിർത്താൻ വേണ്ടി ഡസൻ കണക്കിന് 100 കണക്കിന് അസത്യങ്ങളുടെ കൂമ്പാരങ്ങളെ പടച്ചുവിടേണ്ട ഗതിവേട് അവർക്കുണ്ടാകും. ഇതവരുടെ ആദ്യത്തെ അനുഭവമല്ലല്ലോ. ഓ മുസ്ലിയാരെ, നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കാരണം നേരത്തെ പറ്റിച്ച താങ്കൾ തന്നെയല്ലേ ഈ കഥയും പറയുന്നത്. സത്യത്തിൽ പറ്റിച്ചാളാ അമീർ ഫൈസിയ, അതിനെ സത്യ. ഇനി ഖസ്റജിയുടെ വീട്ടിലുള്ള തിരുകേശത്തെ വ്യാജമാക്കാൻ മറ്റൊരു തെളിവുമായി അമ്പലക്കടവുകാരൻ തന്നെ വരുന്നത് നിങ്ങളൊന്ന് കാണൂ. ഒരു സംശയമില്ല, അലവിക്കുട്ടി ഹുദവി നേർക്ക് നേരെ വിവാദമില്ലാത്ത കാലത്ത് 2009 പോയി കണ്ടിട്ട് തന്റെ ടെലിഫോണിൽ കൃത്യമായി മൊബൈൽ ക്യാമറയിൽ പകർത്തിയെടുത്ത് കൊണ്ടുവന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അദ്ദേഹം കാണിച്ചു തന്നതാ. കണ്ട ധാരാളം ആളുകളെ എനിക്കറിയാം സാക്ഷികളായിട്ട്. കെട്ടുകണക്കിന് മുടി, ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങൂലെന്ന് പറഞ്ഞ മുടിന്റെ കെട്ട്. അപ്പൊ ആയിരക്കണക്കിന് തന്നെ ഉറപ്പാ മുടികളുണ്ട്. ചരിത്രപരമായി ഒരു സ്വഹാബിവരന്റെ അടുക്കൽ ഇങ്ങനെ ആയിരക്കണക്കിന് മുടികൾ കിട്ടുകയും പാരമ്പര്യമായി കൈമാറിപ്പോന്നു എന്നതിനും ചരിത്രത്തിന്റെ പിൻബലയില്ല, രേഖയില്ല. വിവാദമില്ലാത്ത കാലത്ത് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് പറ്റിച്ചതാണെന്നു പറയാൻ ഇത്ര കാലം നിങ്ങൾ കാത്തിരുന്നത് എന്തിനാണ്? കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് ഖസ്റജിയുടെ വീട്ടിൽ പോയി ബർക്കത്തെടുത്ത് മരിച്ചുപോയവരുടെ കാര്യം നാളെ ആഖിറത്തിൽ ഏറ്റെടുക്കാൻ മാത്രം താങ്കൾക്കവിടെ സ്വാധീനമുണ്ടോ? ഒന്ന് വിശദീകരിച്ചാലും. ആ മുടി വ്യാജമാണെന്നോ 2009 തന്നെ അറിഞ്ഞ മറ്റൊരു മുസ്ലിയാരെ കൂടി കാണൂ. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു 5-8 മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു. അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോക്യം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും എന്നാണ് ഒരു അനുമോദന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ധാരാളം മുടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾക്കും അവിശ്വസനീയത തോന്നി. അങ്ങനെ അയാൾ അതിന്റെ ഫോട്ടോ എടുത്തു. ഓ മുസ്ലിയാരെ, ഇങ്ങനെ അവിശ്വസനീയത തോന്നിയ താങ്കളുടെ ശിഷ്യൻ ആ തിരുമുടികളിൽ നിന്നും ഒന്ന് തനിക്ക് ലഭിക്കാൻ ഷെയ്ഖ് ഖസ്റജിയോട്
കെഞ്ചി നോക്കിയത് എന്തിനായിരുന്നു? ആ കുട്ടി മൗലവി തന്നെ കെഞ്ചിയത് സമ്മതിക്കുന്നത് കാണൂ. ഞങ്ങൾ പോയി ഇശാ നിസ്കാരത്തിന് ഞങ്ങൾ കുറച്ച് മസ്ബൂക്കങ്ങളായിട്ട് ആ പള്ളിയിലെത്തി ഇശാസ്കാരം തറാബിഹോട് നിർവഹിച്ചു. അത് കഴിഞ്ഞ് വളരെ സുന്ദരമായ ഒരു മജ്ലിസിന്റെ സദസ്സാണ്. ആ മജ്ലിസിന്റെ സദസ്സിൽ അങ്ങ് എത്തിച്ചേരുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഒന്നൊന്നുമല്ലട്ടോ കുറച്ചുണ്ട് ട്ടോ എന്ന് നേരത്തെ ആ പ്രദർശന വേളയിൽ പങ്കെടുത്ത ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു ശ്രമം നടത്തി, ഇന്ന് ഒന്നെങ്കിലും നമുക്ക് കിട്ടുമോ. ഞാൻ ശ്രമം നടത്തി, നിഷേധിക്കേണ്ട കാര്യമല്ല. അതിനാ എന്നെപ്പറ്റി ഇവിടെ ഒരുപാട് പറഞ്ഞിടുന്നു. ഇപ്പൊ ഈ പറയുന്ന മറുപടിക്കാരൻ പറഞ്ഞു കെഞ്ചിയില്ലേ, കെഞ്ചിയിട്ട് കിട്ടാത്തപ്പോഴല്ലേ മുടി വ്യാജനായത്. അത് അസത്യമാണ്, ഉള്ളത് പറയണല്ലോ. കെഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ താണുകേണ് ചോദിച്ചു എന്ന അർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നമ്മൾ ചോദിക്കൂലേ റസൂലുള്ളാഹിന്റെ മുടിയാന്നുള്ള ധാരണയില്ല. ഇങ്ങനെ കെഞ്ചിയിട്ട് കിട്ടാത്ത തിരുകേശം കാന്തപുരത്തിന് കാശ് കൊടുത്താൽ കിട്ടാൻ സാധ്യതയുണ്ടോ? അമ്പലക്കടവ് തന്നെ പറയട്ടെ. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ടുകാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എത്ര കാശ് കൊടുത്താലും ശരി. പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ. ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിനൊരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാനുള്ള സാധ്യത. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായും അത് കാന്തപുരത്തിന്റെ മർക്കസിൽ എത്താനുള്ള സാധ്യത പ്രാഥമികമായി ചിന്തിച്ചാൽ നമുക്ക് നിരാകരിക്കേണ്ടി. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നിങ്ങളെ മെമ്പർഷിപ്പ് SKSSF-ലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSF-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. 14 നൂറ്റാണ്ടോളം വ്യക്തമായ പാരമ്പര്യമായി കൈമാറി വന്ന തിരുകേശത്തെ ഒരു കിതാബിൽ കാണാത്തതിന്റെ പേരിൽ പച്ചയായി തള്ളിപ്പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇമാറാത്തിൽ ഒരു ഫാമിലിയുടെ കയ്യിൽ മാത്രമല്ല, ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ മുടിയില്ല. അല്ല, ഇമാറാത്ത് UAE എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഈ മുടി പ്രസിദ്ധീകരിക്കുന്നവരില്ല. പക്ഷേ ഈ ആയിരക്കണക്കിന് മുടികൾ സൂക്ഷിക്കപ്പെട്ടത് എന്ന് ഇപ്പൊ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന ദൗലത്തുൽ ഇമാറാത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ, അല്ലാഹു തആല ആ രാജ്യത്തിന്റെ ബറക്കത്തും അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും നിലനിർത്തുമാറാവട്ടെ. ലോക മുസൽമാന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു വാഗ്ദാനമാണ് ആ രാഷ്ട്രം. ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കന്മാർക്കും അതിന്റെ നേതാക്കന്മാർക്കും അള്ളാഹു എല്ലാവിധ ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്തിന്റെ പേര് തിരുനബി ശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലില്ല. ഓ സമൂഹമേ, ഇങ്ങനെ കാണാത്തതിനെയെല്ലാം നിഷേധിക്കുന്നവരോട് മിസ്റ്റർ കാസിമിക്ക് ചിലത് പറയാറുണ്ട്. പഠിച്ചോൻ അങ്ങനെ ചോദിക്കൂല, പഠിക്കാതെ ചോദിക്കണില്ല അർത്ഥമില്ല. ഒരാള് ഒന്നുമില്ല ഇല്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഞാൻ പറയാണ് അമേരിക്ക ഇല്ല, ഞാൻ പറയാണ് ലണ്ടൻ ഇല്ല, അമേരിക്ക ഇല്ല, സ്വിറ്റ്സർലാൻഡ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല. എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. അത് തെളിവാ, അത് തെളിവാ ഒക്കെ പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? ഞാൻ അതൊന്നും കണ്ടിട്ടില്ല, കാണുന്നുള്ള വിചാരമല്ല. നിനക്ക് പോവാൻ അത് തെളിവാണോ? മച്ചന്മാര് അമേരിക്ക ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവാ. ലണ്ടൻ ഇല്ല, ലക്സംബർഗ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, റിയാനൻ സ്ക്വയർ ഇല്ല. ഇതൊന്നും എന്താ ഇതിന്റെ തെളിവ്? ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവല്ലല്ലോ സഹോദരങ്ങളെ, പരിശോധിക്കും മുസ്ലിമീങ്ങൾ. കാരന്തൂർ മർക്കസിലുള്ള തിരുകേശം കണ്ടോ വിരളി പിടിച്ച വിഘടിതവർഗം സാധുക്കളായ അണികളെ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ പിടിച്ചുകെട്ടാൻ തിരുകേശത്തിന്റെ സനതുകളെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി കാരന്തൂർ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വെച്ച് വായിച്ചു കേട്ട സനദിലെ പരമ്പര ഖസ്റജിയുടെ കുടുംബ പരമ്പരയാണെന്നോ സമ്മതിക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വായിക്കപ്പെട്ട സനത് യഥാർത്ഥത്തിൽ മുടിയുടെ സനതല്ല, അത് കുടുംബ സനതാണ്. എന്നാൽ ഇതേ മനുഷ്യൻ ഖസ്റജിയുടെ കുടുംബ പരമ്പരയെ തിരുകേശത്തിന്റെ പരമ്പരയായി അവതരിപ്പിച്ച് മർക്കസിലെ തിരുകേശത്തിന് 2 സനതുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്നു. കുന്നമംഗലത്തിനടുത്തുള്ള മുടിക്ക് 2 സനത് ഇവരടുത്തേനുണ്ട്.
ഒന്ന് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഴി വരുന്ന സനദ. ഇതേ ഡോക്ടർ അഹമ്മദുമായി നടന്ന ഇന്റർവ്യൂ നേർക്കുനേരെ അയാൾ പറഞ്ഞു കൊടുത്ത വസ്തുതകള് സുന്നി വോയസിൽ വന്നിട്ടുണ്ട്. അതിവിടെ വിശദീകരിക്കും. അതിൽ പറഞ്ഞത് ഗൗസുൽ ആലം വഴിയായി കിട്ടിയ മുടിയാണ് എന്നാ. അപ്പൊ സനദ് നമ്പർ 1. രണ്ടാമത്തെ ഞാൻ നേരത്തെ വായിച്ചു, 34 ആളെ പേര് വായിച്ചു. ആ 34 ആളെ പേരിലും ഗൗസുൽ ആലം ഇല്ല. ഓ നദ്വി, ഇതേ പരമ്പരയെക്കുറിച്ച് തൊട്ടുമുമ്പ് കുടുംബ പരമ്പരയാണെന്ന് പറഞ്ഞത് താങ്കൾ മറന്നുപോയോ? ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വായിക്കപ്പെട്ട സനദ് യഥാർത്ഥത്തിൽ മുടിയുടെ സനദല്ല, അത് കുടുംബ സനദാണ്. വ്യാജ പ്രവർത്തനങ്ങളെ, വ്യാജോക്തികളെ, വ്യാജ വാക്കുകളെ, പ്രസ്താവനകളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം വ്യാജമായത്, കള്ളം പറയൽ, അസത്യം അസംബന്ധവും വിളിച്ചു പറയൽ നിങ്ങളെ ഫുജൂറിലെത്തിക്കും, തമ്മാടിത്തരത്തിലേക്ക് എത്തിക്കും, അത് നിങ്ങളെ നരകത്തിലേക്കും കൊണ്ടെത്തിക്കുമെന്ന്. ഇനി കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചു വരുന്ന തിരുകേശങ്ങൾക്ക് വ്യക്തമായ സനദില്ലെന്ന് മനസ്സിലാക്കിയ ഈ പാതിരിവർഗം സനദ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. സനദുകളൊക്കെ വ്യക്തമായി വരട്ടെ. വരുമ്പോ പിന്നെ എന്താണെന്നുള്ള സമസ്ത അപ്പ പറയും. അത് വ്യക്തമായി വരൂല എന്നും വരും എന്നൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല. വരട്ടെ, വരുന്നത് വരെ അതിലാരും കൊടുക്കണ്ട. വന്നാൽ എന്താണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടതെന്ന് സമസ്തക്കറിയാം. അത് സമസ്ത പറയും. അവിടെ വേറെ ഒന്നും നോക്കൂല, പറയേണ്ടതെന്ന് പറയുന്നേ ചെയ്യും. അതുകൊണ്ട് അതുവരെ നിങ്ങളാരും അതിൽ പെട്ടുപോകരുത്. അവർ പറയുന്നു ഇത് നബി തങ്ങളുടെ മുടിയാണ് എന്ന്. അതിന് സനദ് വേണമെന്ന് സമസ്ത പറഞ്ഞപ്പോ ഇവർ കോപ്രായ കളി നടത്തുകയാണ്. ഈ വേദിയിൽ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും ഒന്നിനെയും കണ്ണടച്ച് എതിർക്കുകയല്ല, എന്തും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുകയുമല്ല, തെളിവ് വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്ന് വരെ ലഭ്യമായിട്ടില്ല ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്നതിന്. അതുകൊണ്ട് അതുണ്ടാകുന്നത് വരെ ഞങ്ങൾ തെളിവ് അന്വേഷിക്കും. എന്നാണോ ആ തെളിവ് തരുന്നത് അന്ന് ഞങ്ങൾ സ്വീകരിക്കും. ഓ കൂടത്തായി മൗലവി, ഇതാ 10,000 ആലിമീങ്ങൾ പങ്കെടുത്ത മഹാസദസ്സിൽ വച്ചോ കാന്തപുരം ഉസ്താദ് സധൈര്യമായി സനദ് വായിച്ചു കേൾപ്പിക്കുന്നു. ഒന്നു കേട്ടാലും. ചെവി തുറപ്പിച്ച് കേൾക്കണേ, ചെവി തുറത്ത് കേൾക്കണേ, കേൾക്കരുതേ കേൾക്കി. ചെവി തുറപ്പിച്ച് കേൾക്കണേ, ചെവി തുറത്ത് കേൾക്കണേ, കേൾക്കരുതേ കേൾക്കി. ദർശാണല്ലോ. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷെയർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, പാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ, നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ, വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाखे मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कालिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ഒരു ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസു തഖാഫത്തി സുന്നിയ എന്ന് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मुए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയ വാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി,
السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إماد الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كمين الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف الحسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، എന്നിട്ട് അബൂ സഈദ് മുബാറക്, അബുൽ ഹസൻ അലി ഇബ്നു യൂസഫ്, അബുൽ ഫർഹ് ഇബ്നു അബ്ദുൽ റഹ്മാൻ, അബുൽ ഫضل അബ്ദുൽ വാഹിദ്, അബ്ദുൽ അസീസ് അൽ യമനി, അബൂബക്കർ الشبلي, അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി, സിർ السقطي, معروف الكرخي, أمير المؤمنين موسى الإمام علي موسى، أمير المؤمنين الإمام موسى الكاظم، الإمام جعفر الصادق، الإمام باقر، الإمام زين العابدين، الإمام حسين بن علي الشهيد بكربلاء، سيدنا علي بن أبي طالب رضي الله عنه. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുസുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനദാണ് ഇത്. ചെറുപ്പക്കാരെ, കണ്ട് പഠിച്ച് നോക്കിയിട്ട് പറയാണ്, തോന്നിയത് പറയാ അല്ല കേട്ടോ. ചെറുപ്പക്കാരെ, കണ്ട് പഠിച്ച് നോക്കിയിട്ട് പറയാണ്, തോന്നിയത് പറയാ അല്ല കേട്ടോ. ഇവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സനദ് വായിച്ചു കൊടുത്തപ്പോൾ ഉളുപ്പില്ലാതെ സനദ് വേണ്ടെന്നു പറയുന്നതാണോ ഇനി നാം കാണുന്നതോ? ഞാൻ പറഞ്ഞില്ലേ, 3.5 കൊല്ലം മുമ്പ് ഞങ്ങൾ ചോദിച്ചതാ, ഒരു ബറക്കാത്തി സനദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സനദ് എടുത്തു. ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഇനി നിങ്ങൾ സനദ് ഇതിന്റെ പറയണ്ട, ഇതിന്റെ ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇതുവരെ, ഇനി പറയണ്ട. പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കറിയാം. കുദ്റൂസുൽ ആലം, ആലുവാലിയ, ഇബ്രാഹിം കുട്ടി, മമ്മുഞ്ഞി, സൂപ്പി, ആലി പോലീസ് എന്ന് എഴുതിക്കൊണ്ടിരാനല്ലേ? അത് വേണ്ട, ഇനി വേണ്ട. ഇത്രയും സമയം വായിക്കാത്ത സനദ് ഇനി വേണ്ട. തോന്നിയതുപോലെ വിളിച്ചു പറയരുത്, അങ്ങനെ ആവരുത്. നമുക്കടുത്ത് ഒന്ന് അതാണ് വിളിച്ചു പറയാം. മർക്കസിൽ ചെന്നാൽ 1000 വട്ടം സനദ് കാണിച്ചു തരാൻ തയ്യാറുള്ള കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഒരു കുട്ടി പറയുന്നത് നിങ്ങളൊന്ന് കാണൂ. ഇവരോട് നമ്മൾ സനദ് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇവർ ഹാരളകുന്നത്? ഈ ആരോപണത്തിൽ കുട്ടിയുടെ ഉസ്താദ് ഒരു പടി കൂടി മുന്നിലാണ്. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ ഇവര് ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അത് എന്റെ കള്ളത്തരത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു സൂചനയാണ്. എന്നാൽ കാന്തപുരം ഉസ്താദിനോട് സനദ് ആവശ്യപ്പെട്ട് ഫോണിൽ സംസാരിച്ച അമ്പലക്കടവിനോട് കാന്തപുരം പ്രതികരിച്ച ശൈലിയെ അമ്പലക്കടവ് തന്നെ അത്ഭുതത്തോടെ പറയുന്നത് കാണൂ. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം ആ മോനെ എന്താ സംശയം? റസൂലുള്ളാഹിന്റെ മുടിവിടുണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ? മോനിപ്പോ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് താറിന് മാൻ മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ ഇവര് ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം എതിരാളിയെപ്പോലും മോനെന്ന് വിളിച്ചു പരിചയമുള്ള കാന്തപുരം ഉസ്താദിനെ കുറിച്ചോ അവിടുന്ന് ഭീഷണി മുഴുക്കുന്നുവെന്ന് പറയുന്ന നദ്വി, നിങ്ങളുടെ മറ്റൊരു ശിഷ്യൻ മർക്കസിൽ പോയി സനദു കണ്ട് യാതൊരു പോറലുമേൽക്കാതെ തിരിച്ചുവന്ന് തന്റെ അനുഭവം നിങ്ങളുടെ കുഞ്ഞാടുകൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഹുദവിയാണ് എന്നുള്ളത് വ്യക്തമായും അവിടെ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, ഈ വിവാദമൊക്കെ നടക്കുന്നത് കൊണ്ട് ഹുദവിയാണെന്നുള്ളത് പറയണോ എന്നുള്ളൊരു ചോദ്യം എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു. അപ്പൊ അവർ പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ഹുദവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തി. അപ്പൊ പറഞ്ഞു, അതിനെന്താ പ്രശ്നം, എല്ലാവർക്കും വരാവുന്നൊരു സ്ഥാപനമാണല്ലോ മർക്കസ്. അതിനെന്താ പ്രശ്നം, എല്ലാവർക്കും വരാവുന്നൊരു സ്ഥാപനമാണല്ലോ മർക്കസ്. ഇനി ലോകത്ത് അറിയപ്പെട്ട കേന്ദ്രങ്ങളിൽ
ഭദ്രമായി സൂക്ഷിച്ചുവരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ സനദ് കാണാതെ വിശ്വസിക്കാൻ പാടില്ലെന്നോ ഇപ്പോൾ പറയുന്നത് കാണൂ. കിട്ടിപ്പോന്നു. ആ കിട്ടിപ്പോന്ന പരമ്പരയിലെ ആളുകൾ വിശ്വാസയോഗ്യരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഒരു മുടിയേറ്റം വന്നു, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണ് പറഞ്ഞാൽ അല്ല, നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഞാൻ പറയണം, എനിക്ക് തന്ന ആൾ ഇന്നാളാണ്, അത് കൊടുത്ത ആൾ ഇന്നാളാണ്, അദ്ദേഹത്തിന് കൊടുത്ത ആൾ ഇന്നാണ്. ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ വിശ്വാസയോഗ്യരാണോ? എന്നാൽ നമ്മൾ അംഗീകരിക്കും. ഇല്ല, എനിക്ക് തന്ന ആള് മോശാണെങ്കിൽ, അതിന്റെ അപ്പുറത്തുള്ള ആള് മോശാണെങ്കിൽ, അതിന്റെ അപ്പുറത്തുള്ള ആള് മോശാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുക. ദീന്റെ തത്വല്ലേ, സനദില്ലാതെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റൂല. എന്നാൽ ഇവർ തന്നെ സനദ് പറഞ്ഞു കൊടുക്കാതെ ലോകത്ത് അറിയപ്പെട്ട ധാരാളം തിരുശേഷിപ്പുകളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. ഇന്ത്യയിലെ കശ്മീരിൽ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സനദില്ലാതെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റൂല. സനദില്ലാതെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റൂല. സനദില്ലാതെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റൂല. മറ്റൊരു മുസ്ലിയാരെ സിറിയയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ലെബനോണിൽ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ലത്തീഫിയ വെല്ലൂരിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ലോകത്ത്, ഉദാഹരണമായി ഇസ്തംബൂളിലെ തോപ്കാപ്പി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട പല മുടികളുമുണ്ട്. ആ മുടി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഖണ്ഡിതമായ തെളിവില്ലാതെ ഒന്നും പറയരുതെന്നാണോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമൻ, ഖണ്ഡിതമായ വിവരമില്ലാത്ത ഒരു വിഷയത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇനി പറയൂ, നിങ്ങൾ പറഞ്ഞ മുടികളിൽ നിന്നും ഏതിനാണോ ഖണ്ഡിതമായ തെളിവുള്ളതോ ഒന്ന് വിശദീകരിക്കാമോ? കഴിഞ്ഞില്ല. സനദ് പറയാതെ തിരുശേഷിപ്പുകളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു മൗലവിയെ കൂടി കാണൂ. നമ്മളൊക്കെ അറിഞ്ഞു വരുന്നത് പോലെ, ഇപ്പോഴും മനസ്സിലാക്കുന്ന പോലെ തുർക്കിയിലെ തോക്കാപ്പി മ്യൂസിയത്തിലുണ്ട്, ഇന്ത്യ രാജ്യത്തെ ചില പട്ടണങ്ങളിലുണ്ട്, കശ്മീരിലടക്കമുള്ള പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ദീനീ സ്ഥാപനങ്ങളിലും പള്ളികളിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. ഇങ്ങനെ ചില രാജ്യങ്ങളിലുള്ളത്, തുർക്കിയിലടക്കമുള്ള ചില രാജ്യങ്ങളിലുള്ളതും അതിന്റെ വിവരണങ്ങളും ലോക മുസൽമാന് പരിചയമുണ്ട്. എന്നാൽ ഈ കുട്ടി മൗലവിയും പറയുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറയുമ്പോൾ സനദ് പറയണമെന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായി സനദ് വേണം. അവസാനമായി സനദ് പറയാതെ മുടിയുണ്ടെന്ന് മാത്രം പറയുന്ന ഒരു കാരണം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ മുടിയുണ്ട് എന്ന് അറിയുന്നവർ അവിടെ പോകുന്നു, അവിടെ പോയിട്ട് അതിന്റെ പുണ്യം എടുക്കുന്നു, അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, ചിലർക്ക് അത് വെള്ളത്തിലിട്ട വെള്ളം കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഈ കാരണവർക്കും പറയാനുള്ളതോ സനദ് പറയാതെ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്നാണോ? അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ, അത് തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിക്കപ്പെടുന്ന ആ ഒരു സനദോടുകൂടി മാത്രമേ അത് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓ സമൂഹമേ, ഈ പണ്ഡിത പാതിരി വർഗത്തിന്റെ പ്രശ്നം സനദുണ്ടോ ഇല്ലയോ എന്നതല്ല, മറിച്ചോ ഷേഖ് അഹ്മദ് ഖസ്റജി തിരുകേശം കൈമാറിയതോ കാന്തപുരം ഉസ്താദിനായി പോയി എന്ന ഒറ്റ കാരണമാണോ? എന്നാൽ ഞങ്ങൾക്കിവിടെ പറയാനുള്ളതോ എന്തുകൊണ്ട് അസൂയ പൊറുക്കണമെങ്കിൽ മറ്റവന്റെ അഭിമാനത്തിൽ ഇവൻ കയ്യെത്തിട്ടുണ്ട്, അവനെ കൊണ്ട് പൊരുത്തപ്പൊടിക്കേണ്ടി വരും. കള്ളുകുടി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കും, പക്ഷെ അസൂയന്റെ കളി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആരെ കൊണ്ട് പൊരുത്തപ്പൊടിക്കണം? അസൂയയുടെ ആൾരൂപമായ ഈ കാസിമിയും സനദു പറയാതെ ഒരു കേശത്തിന് പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് കാണൂ. ഞാൻ കണ്ടിട്ടുണ്ട് ബാലു ഷരീഫ് ഹബീബായ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ജാമിയ മസ്ജിദിൽ ഡൽഹിയിൽ പലവട്ടം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതേ കാസിമി വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ നിന്നും 2 കുപ്പി മുടിമുക്കിയ വെള്ളം കേരളത്തിൽ കൊണ്ടുവന്നോ സനദ് പറയാതെ 50,000 രൂപക്ക് ഉളുപ്പില്ലാതെ വിൽക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന്
ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. ഓ വിൽപ്പന വീരൻ കാസിമി, ഇവിടെയും കഴിയുന്നില്ല. സ്വഹീഹായ സനദുണ്ടെന്നും തോന്നിയത് വിളിച്ചു പറയുകയില്ലെന്നും പറഞ്ഞ വെല്ലൂരിലെ മുടിയെക്കുറിച്ചോ താങ്കളുടെ കൂടാരത്തിലെ മറ്റൊരു മൗലാന പറയുന്നതോ നിങ്ങളൊന്ന് കേൾക്കൂ. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഉള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. ആ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. നീണ്ട 14 നൂറ്റാണ്ട് കാലം പിന്നിട്ടപ്പോൾ പലപ്പോഴും പലയിടത്തും നഷ്ടപ്പെട്ടു. എന്നാലും നഷ്ടപ്പെടാതെ കൃത്യമായി പരമ്പരകൾ സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്ത. വളരെ ഭദ്രമായി ശക്തമായ ബന്ദവസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദവസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനദുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? ഇപ്പം ഈ എല്ലാ സമയത്തും ഇങ്ങനെ പരസ്യമായി നടത്തുകയല്ലാതെ റബീഉൽ അവ്വൽ 12 ബാഖിയാത്തു സാലിഹാത്തിൽ വെല്ലൂരിൽ കാണിക്കാറുണ്ട്. പക്ഷെ അവിടുത്തെ മുടിയല്ല, ലത്തീഫിയിലാണ് മുടി, എവിടെയാണ് കാണിക്കാറ്. അവിടെ ഒരു മുടിയുണ്ട്. ആരോ ഒന്ന് വന്നിട്ട് നബിന്റെ മുടിയാണെന്ന് പറഞ്ഞിരുന്ന ഒരു മുടി വേറെ ബാഖിയാത്തു സാലിഹാത്തിലുണ്ട്. പക്ഷേ അതിന്റെ സനദ് ശരിയാകാത്തത് കൊണ്ട് മഹാന്മാരായിരിക്കുന്ന അവിടുത്തെ ഉലമാക്കൾ അത് പുറത്തു പറയാറോ എടുക്കാറോ ഇല്ല. ഇങ്ങനെ ഒരു സംശയം. കാരണം ലോകത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്. അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിൽസിലകളുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾക്ക് സമൂഹത്തോട് പണ്ഡിതോചിതമായി പറയേണ്ടവർ പോലും സത്യവിരുദ്ധമായ അസത്യനിർഭരമായ പ്രസ്താവങ്ങൾ നടത്തി പരിചയമുള്ള ആളുകൾ ഇതുപോലെയുള്ള ഒരു വിഷയത്തിൽ, ആത്മീയമായ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് അവകാശപ്പെട്ടു വരുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രശാന്ത സുന്ദരമായി അവരുടെ ദൗത്യം നിർവഹിക്കുന്നു. അതിന്റെ സനദൊന്ന് വ്യക്തമാക്കണം. പക്ഷേ അത് വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് അങ്ങനെ ആവരുത്. ഓ കാസിമി, ഇത്രയും ക്രൂരമായി ആരംഭ റസൂലിന്റെ മുടിമുക്കിയ വെള്ളത്തെ ഉളുപ്പില്ലാതെ വിറ്റുകളഞ്ഞ താങ്കളും താങ്കളുടെ കൂടാരത്തിലെ മറ്റു മൊല്ലമാരും ഒരു നയാക്കാശ് പോലും വാങ്ങാതെ മുടിമുക്കിയ വെള്ളം റബീഉൽ അവ്വൽ 12 മർക്കസിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്ത കാന്തപുരം ഉസ്താദിനെതിരെ കുരച്ചു ചാടിയതോ എങ്ങനെയാണെന്നോ സമൂഹമൊന്ന് കേൾക്കട്ടെ. അത് അവരും അള്ളിയായിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ. ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. തങ്ങളുടെ ഈ മുടി വ്യവസായം നടത്തുകയും ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതും നടക്കില്ല. കേരളത്തിൽ സുന്നി മക്കൾ തീർച്ചയായും അത് സമ്മതിക്കൂല. മഠങ്ങളുടേതായ എന്ന് പറയപ്പെടുന്ന ഒരു കേശം പ്രദർശിപ്പിക്കുകയും അതിട്ട വെള്ളം വാണിജ്യവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട്
യഥാർത്ഥ മോമിനിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിന്റെ സത്യം എന്തെന്ന് ബോധ്യപ്പെടുത്താനുമാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്. പക്ഷേ മര്യാദക്ക് വെള്ളം കൊടുത്ത് 40 കോടി ഉണ്ടാക്കാൻ ഞങ്ങൾ മയക്കൂല. ഓ പാതിരി വർഗമേ, സാധുക്കളുടെ പണം തട്ടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച തിരുകേശത്തിന്റെ സനദോ തീരുമാനമാക്കിയിട്ട് പോരെ കാന്തപുരം ഉസ്താദിനെതിരെ തുള്ളാൻ? ഈ വിവരമില്ലാത്ത വിഘടിത വർഗം തിരുകേശത്തെ വ്യാജമാക്കാൻ കണ്ടുപിടിച്ച മറ്റൊരു മാർഗം ഹസ്രജിയുടെ കയ്യിലുള്ള മുടി നീളുന്നുവെന്നതാണോ? ലോകത്ത് പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഈ നഗ്നസത്യം ലജ്ജയില്ലാതെ ചോദ്യം ചെയ്യുന്നത് കാണൂ. പ്രവാചക ശരീരത്തിൽ നിന്ന് വേർപെട്ട ശേഷവും മുടികൾ നീളം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ ഇതിന് അവസാനം വ്യാഖ്യാനം വന്നിട്ടുള്ളത്. നീണ്ട മുടി 70 സെന്റിമീറ്റർ നീളമുള്ള മുടി എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മുടി വളരുന്നുണ്ട് എന്ന്. ഈ മുടിയല്ലാതെ നേരത്തെ പറയപ്പെട്ട ലോകത്ത് സൂക്ഷിക്കപ്പെട്ട ഒരൊറ്റ മുടിയും വളരുന്നില്ല. സ്വന്തം കൂടാരത്തിലെ തലനരച്ച വ്യക്തി കുട്ടിമൗലവിമാർക്കോ ആ കിതാബ് ഓതിക്കൊടുക്കുന്നു. വഅന്നഹു അഖ്ബറഹു മൻ ഇൻദഹു ബഅദു ശഅറാത്തി അന്നഹാ തതൂലു വയതവല്ലദു മിൻഹാ ശുഅബുൻ. ഈ മുടി വഅന്നഹു അഖ്ബറഹു അദ്ദേഹത്തോട് പറഞ്ഞു, മൻ ഇൻദഹു ബഅദു ശഅറാത്ത് എന്ന റസൂലുള്ളാഹിയുടെ മുടി സ്റ്റോക്ക് ചെയ്ത സൂക്ഷിച്ചതായ ആളുകൾ പറഞ്ഞു എന്ത്? അന്നഹാ തതൂലു, ആ മുടി നീളും. വയതവല്ലദു മിൻഹാ ശുഅബുൻ ഗൈറുഹ, മാത്രമല്ല മറ്റ് ശാഖകൾ അതിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുകേശത്തെ വ്യാജമാക്കി കുഫറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ പാതിരിവർഗം മുടിയുടെ എണ്ണം കണ്ട് വെപ്രാളപ്പെടുന്നതാണോ ഇനി നാം കാണുന്നതോ? മൗലിദാഘോഷം നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന ദാറുൽ ഹുദായിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിന്റെ പ്രസാധനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു. റബീഉൽ അവ്വൽ അവസാനം. അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയത് പത്രങ്ങളിൽ വന്ന വലിയ വാർത്തയായി പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അന്ന് ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമാണ്. ഇവരുടെ അഭിപ്രായത്തിൽ ലോകത്ത് 5 മുടിയിലധികം ഒരാൾക്കും ലഭിച്ചിട്ടില്ലെന്നാണോ? ഞാൻ തിരുനബിയുടെ 1 മുടി കൈവശം കിട്ടിയവരുണ്ട്, 2 മുടി കിട്ടിയവരുണ്ട്, 3 മുടി, 4 മുടി, 5 മുടി. ഇതിനപ്പുറം ആയിരക്കണക്കിന് മുടി കിട്ടിയതായി ചരിത്രത്തിൽ എവിടെയും ഒരു രേഖയുമില്ല. ഇല്ലാന്ന് പറയല്ലേ, പഠിക്കുക. എന്നാൽ നേരത്തെ കിതാബ് ഓതിക്കൊടുത്ത സ്വന്തം കൂടാരത്തിലെ കാരണവർ ഒരു സ്ഥലത്ത് 20 മുടി സൂക്ഷിച്ചതായി കണ്ടുപിടിക്കുന്നു. ചെവി തുറപ്പിച്ച് കേൾക്കണേ, ചെവി തുറത്ത് കേൾക്കണേ, കേൾക്കരുതേ, കേൾക്കി. മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട ഔറംഗസീബ് ഫതാവൽ ഹിന്ദിയ എന്ന പേരിൽ ഒരു ഹനഫി മദ്ഹബിൽ ഒരു കിതാബ് രചിക്കാൻ വേണ്ടി അക്കാലത്തുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരെല്ലാം സംഘടിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പിതാവ് പറഞ്ഞതായി പറയാണ്, ഇന്ത്യയിൽ പല ആളുകളുടെ അടുത്തും ഒരുപാട് മുടി, ചില ആളുകളുടെ 1 മുടിയുണ്ട്, ചില ആളുകളുടെ അടുക്കൽ 2 ഉണ്ട്, ചില ആളുകളിൽ 3 ഉണ്ട്, അങ്ങനെ 20ഓളം മുടികൾ ഇന്ത്യയിൽ ചില ആളുകളുടെ അടുക്കലുണ്ട്. ഇവരുടെ കണ്ടുപിടുത്തം ഇനിയും പുരോഗമിക്കുകയാണോ? 5ൽ നിന്ന് 20-ലെത്തിയവർ ഇനി 43-ലേക്ക് ചാടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒരു കേന്ദ്രത്തിൽ 40-43 വരെ സൂക്ഷിച്ചു വരുന്നതായിട്ട് അതുമുണ്ട്. കണ്ടെത്തൽ ഇവിടെയും അവസാനിക്കുന്നില്ല. നേരത്തെ 20 മുടി കണ്ടെത്തിയ കൂടാരത്തിലെ കാരണവർ ഒരു വലിയ കെട്ടുമായി രംഗത്തു വരുന്നത് നിങ്ങളൊന്ന് കാണൂ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുകേശം ബറക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഓരോരുത്തരായി എടുക്കുകയുണ്ട്. അക്കൂട്ടത്തിൽ മഹദിയായ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ മുടിയുടെ ഒരു വലിയ ഇഴയെടുക്കുകയുണ്ടായി എന്ന്. ഇതേ കാരണവർ തന്നെ മറ്റൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂർദാവിലെ മുഴുവൻ മുടിയും എടുത്തതായി പ്രഖ്യാപിക്കുന്നു. ആളുകളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ 2 പാർശ്വങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള മുടിയെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഫസബഖ്തുഹു മിലാ നാസിയത്തി, ഞാൻ റസൂലുള്ളാഹിയുടെ നെറുകയിലെ മുടി ആണ് എടുത്തത്. ഇതെന്തിനു മുഅ്മിനീങ്ങളെ നിഷേധിക്കും?
എന്തിനു മുഅ്മിനീങ്ങളെ, എന്താണ് ഇതിൽ താല്പര്യം? നേരത്തെ 5 മുടിയെ ലോകത്തുള്ളൂ എന്ന് പറഞ്ഞ കുട്ടി മൗലവി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മുടിക്കെട്ട് വിതരണം ചെയ്തുവെന്നോ അറിയാതെ പറഞ്ഞു പോകുന്നതോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ തിരുമുടിക്കെട്ടുകൾ, തിരുമുടികൾ, തിരുകേശം അത് കൈമാറി പോന്നതിന്റെ സനദ് എന്ന് പറയുമ്പോ ഇത്തരം കുപ്രചരണങ്ങളിലൂടെ വിഘടിതവർഗം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നതോ മർക്കസിൽ ആയിരക്കണക്കിന് മുടികളുള്ള മുടിക്കെട്ടുകളുണ്ടെന്നോ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണോ? ഇത് മുടി 1 10 100 ഒരു കെട്ട് ആയിരക്കണക്കിന് മുടിയുള്ള കെട്ടുകളാണ്. ഈ കെട്ടുകളാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോ സംശയമുണ്ടായി. ഈ കെട്ടുകളാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോ സംശയമുണ്ടായി. ഈ കെട്ടുകളാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോ സംശയമുണ്ടായി. പച്ച കളവ്, ഞാൻ കളവ് എന്ന് പറഞ്ഞ വാസ്തവവിരുദ്ധത പറയാ, മാന്യതക്ക് നടക്കാത്ത കാര്യല്ലേ. എന്നാൽ കൂടാരത്തിലെ ഡോക്ടർ പറയുന്നത് മർക്കസിൽ ഒരു മുടി മാത്രമേ ഉള്ളൂ എന്നാണോ? ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഈ കെട്ടുകളാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോ സംശയമുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കേശം കേരളത്തിനടുത്തുള്ള കോഴിക്കോടിനടുത്തുള്ള ഒരു കേന്ദ്രത്തിൽ പ്രദർശിപ്പിക്കുകയും ഈ കെട്ടുകളാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോ സംശയമുണ്ടായി. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വരണം. ഇത് ഹബീബിന്റെ കാര്യത്തില, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തില. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വരണം. ഇത് ഹബീബിന്റെ കാര്യത്തില, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തില. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. എന്നാൽ മർക്കസിൽ ഒരു മുടി മാത്രമല്ല, മറിച്ചോ ഒരു കെട്ടുമുടിയുണ്ടെന്നു പറഞ്ഞോ വാശി പിടിക്കുന്ന അമ്പലക്കടവിനെ താങ്കളൊന്ന് കാണൂ. മുടിയുണ്ടായിരിക്കാം, മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നത് ഒരു കെട്ടുമുടി ഉണ്ട്. നേരത്തെ ഒരു മുടി എന്നാ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് കളിച്ചാലും നിങ്ങൾ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കളിച്ചാൽ തങ്ങൾ നിങ്ങളെ പിടികൂടും. അതിന് തെളിവാണ് ഈ പ്രസംഗത്തിലെ ഓരോ ഭാഗങ്ങൾ വിശദമായി അപഗ്രഥിക്കാൻ സമയക്കുറവ് കൊണ്ടാ ഈ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുടിക്കെട്ടെന്ന് പറയുന്നതുകൊണ്ടോ ഇവർ ഉദ്ദേശിക്കുന്നതോ എത്രയാണെന്നോ നമുക്കൊന്ന് പരിശോധിക്കാം. മുടിക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയാം, പെണ്ണുങ്ങൾ ഉമ്മാരൊക്കെ പറയാലോ മുടിക്കെട്ട് എന്ന്. വൈക്കോലും കെട്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഓ നദ്വി, താങ്കൾക്ക് തെറ്റുപറ്റി. താങ്കൾ പറഞ്ഞതുപോലെയുള്ള മുടികളല്ല താങ്കളുടെ കൂടാരത്തിലുള്ളവർ ഉദ്ദേശിച്ചതോ, മറിച്ചോ മുടിയുടെ ഒരു കൂമ്പാരം തന്നെ മർക്കസിലുണ്ടെന്നാണോ അവർ പറയുന്നത്? ആ നബി തങ്ങളുടെ തിരുശേഷിപ്പുകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഒരു മുടിക്കൂമ്പാരവുമായി രംഗപ്രവേശം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സമസ്തയുടെ പണ്ഡിത നേതൃത്വവും അതിന്റെ ഉലമാക്കളും പ്രവർത്തകന്മാരും അവരുടെ ദൗത്യം നിർവഹിക്കുക സ്വാഭാവികം മാത്രമാണ്. ഇതെന്തായി കാണിച്ചു കൂട്ടുന്നത്? നമ്മളൊരു കൂട്ടക്കാർക്ക് വലിപ്പത്തിലുണ്ടാക്കാൻ വേണ്ടി എന്തായി ചെയ്യുന്നത്? ആരെ കൊണ്ടാ കളിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഔലിയാക്കന്മാർക്ക് കുത്തുബാണ് എന്ന് പറഞ്ഞ് നടക്കാം. മനുഷ്യന്മാർ ഇതൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം കാന്തപുരം ഉസ്താദിന് നൽകണമെന്നോ ഷെയ്ഖ് ഖസ്റജിയോടോ നബി തങ്ങൾ സ്വപ്നത്തിൽ അറിയിച്ചതനുസരിച്ചോ മർക്കസിൽ കൊണ്ടുവന്നപ്പോൾ ആരെങ്കിലും കണ്ട സ്വപ്നത്തിനു പിന്നാലെ ഞങ്ങൾ പോവാറില്ലെന്നു പറഞ്ഞോ പെരുമ്പറയടിക്കുന്ന ഒരു മൗലവിയെ നിങ്ങളൊന്ന് കാണൂ. ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴേക്കും, ഏതെങ്കിലും ഭാവനയിൽ ചില നിഗമനങ്ങൾ നെയ്തെടുക്കുമ്പോഴേക്കും അതെന്നാക്ക് തൊടാതെ വിഴുങ്ങി ആചരിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനും സുന്നി സമൂഹം ഇന്ന് വരെ പോയിട്ടില്ല. എന്നാൽ അവസാന കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന സ്വപ്നം ഏതാണെന്നോ കാസിമി തന്നെ പറയുന്നത് കേൾക്കൂ. അന്ത്യനാളായാൽ ഇഷ്ടം പോലെ സ്വപ്നങ്ങൾ വരും. നല്ല സ്വപ്നം, മോശപ്പെട്ട സ്വപ്നം, ഇടകലർന്ന സ്വപ്നം, കലർപ്പുള്ള സ്വപ്നം ഇഷ്ടം പോലെ വരും അന്ത്യനാളിൽ. അസ്ദഖുഹും റുഇയൻ, ഏറ്റവും നല്ല സ്വപ്നം കാണുന്ന ആൾ
അസ്തഖുഹും ഹദീസാ. ഏറ്റവും നല്ല സത്യം പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സ്വപ്നം അല്ലാഹു അന്ത്യനാളിൽ നൽകുകയുള്ളൂ. എങ്കിൽ കാന്തപുരം ഉസ്താദിന് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുകേശം നൽകിയ ഖസ്റജിയെ നിങ്ങൾ നല്ല മനുഷ്യനായിട്ടാണോ അതോ തിരിച്ചാണോ കാണുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഈ ഖസ്റജി എന്ന മാന്യ വ്യക്തിയുടെ കുടുംബത്തെ സംശയിക്കുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നസബയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മഹാനായിരിക്കാം. ഖസ്റജി എന്ന കുടുംബത്തോട് നമുക്ക് യാതൊരു പുച്ഛത്തിന്റെ അവഗണനയുടെ ലാഞ്ചന പോലുമില്ല. വലിയ കുടുംബമാണ് ഖസ്റജി സാദാത്തുമാർ. ഖസ്റജി കുടുംബത്തിൽ ഈ അഹമ്മദുൽ ഖസ്റജി കേരളത്തിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവരെ അവതരിപ്പിക്കൊന്നുമല്ല. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മുമ്പ് ഇസ്ലാമിക് അക്കാദമി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അന്തരിച്ചു പോയ ഖസ്റജി, പിതാവായ ഖസ്റജി, വഖാഫിന്റെ മിനിസ്റ്ററായിരുന്ന ഖസ്റജി ഒരു സമ്മേളനത്തിൽ ദാറുൽ പങ്കെടുക്കാൻ, ഒരു സമ്മേളനത്തിൽ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ യാത്രയിൽ അനുഗമിച്ചിരുന്നു ഈ അഹമ്മദുൽ ഖസ്റജിയും. ഈ അഹമ്മദുൽ ഖസ്റജിയും ദാറുദിയിലൊക്കെ വന്നിരുന്നു. പിതാവായ അഭിവന്ദനായ ഖസ്റജി UAE ഔഖാഫ് മന്ത്രാലയത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി, അല്ലാഹു തആല മഹാനായ മരണപ്പെട്ടു പോയ ഖസ്റജി പിതാവിന്റെ ആ മഹാന്റെ ഖബറിടത്തെ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. കേരളത്തിലെ ഉലമാക്കളുമായി നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വവുമായി വളരെ അഭേദ്യമായ ബന്ധമായിരുന്നു. ഷെയ്ഖുന ശംസുൽ ഉലമയുമായി അഭേദ്യ ബന്ധമായിരുന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം. അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. എന്നാൽ അൻസ്വാരി കുടുംബത്തിൽപ്പെട്ട അഹ്മദ് ഖസ്റജി എന്ന മഹാനായ മനുഷ്യൻ തന്നെ ആ സ്വപ്നം കണ്ട സംഭവം നമുക്ക് പറഞ്ഞു തരുന്ന ആ ചരിത്ര യാഥാർത്ഥ്യം അല്പം കൗതുകത്തോടെ നിങ്ങളൊന്ന് ശ്രവിക്കൂ. ചെവി തുറപ്പിച്ച് കേൾക്കണേ, ചെവി തുറത്ത് കേൾക്കണേ, കേൾക്കരുതേ, കേൾക്കി. بعد فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيدي رسول الله صلى الله عليه وآله وصحبه وسلم. فأنا خادم الآثار الشريفة ولست بصاحبها. صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبدا. وأتتنا عروض كثيرة من شخصيات عالمية، ولكن نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها. هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. هناك بعض الشخصيات التي لها بصمات في الأمة الإسلامية من ناحية أعمال الخير أو من ناحية نشر العلم الشريف أو الصلح بين الطوائف والأمم. شخصيات لها تاريخ، لها بصمة، لها وقع على المجتمع. من هذه الشخصيات فضيلة الشيخ أبو بكر أحمد. فاختصاص سيدي رسول الله صلى الله عليه وسلم له بهذه المنحة السنية الجليلة إنما هو تدعيم للشيخ أبو بكر وتكريم له ومكافأة لما عمله ويعمله لأهل بلده من نشر العلم، رعاية الأيتام، رعاية الفقراء، رعاية المساكين، إلى تعليمهم من صغرهم من حالة العدم إلى حالة الوجود، إلى حالة تملك العلم، تملك أسباب الحياة. فهذا هو لا شك أن هذا الذي أنا أرى حسب فهمي، ولكن اختصاص سيدي رسول الله صلى الله عليه وسلم لأحد من أحبابه هذا الشيء أنا لا يعني أعرفه، ولكني حسب علمي هذا أو حسب ما أنا
أفهم هذا هو السبب والله أعلم. ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ഹബീബിനെ തന്നെ സ്വഹീഹുൽ ബുഖാരി മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന അശ്ശൈത്താന ലാ യതമസ്സലു ബി സ്വഹീഹുൽ ബുഖാരി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു സ്വഹീഹുൽ ബുഖാരി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ കണ്ടത് എന്നെ തന്നെയാണ് മുഹമ്മദ് നബി. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഓ ഖാസിമി, കാന്തപുരം ഉസ്താദിന് വേണ്ടി സ്വപ്നം കണ്ട ഹസ്രജിയെ കുറിച്ചോ നിങ്ങൾ തന്നെ പറയൂ. ശരിക്കാട്ടോ, ഇവിടെ മനസ്സിലാക്കണം. രണ്ട് കാര്യം പറഞ്ഞു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് സാലിഹായ സ്വപ്നാണ്. ഒന്നിരിക്കൽ ഒരാൾ നേരിട്ട് കാണും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറൊരാൾ കാണും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? നമ്മളെ കാര്യത്തിൽ വേറൊരാൾക്ക് സ്വപ്നം കാണാം. ഇനി സ്വപ്നത്തിലൂടെ ആർക്കെങ്കിലും വല്ല വസിയത്തും ചെയ്യാൻ പറ്റുമോ? ഖാസിമി തന്നെ പറയട്ടെ. സ്വപ്നം ചെറിയ ഒരു കാര്യമല്ല. സ്വപ്നത്തിൽ വസിയത്ത് ചെയ്ത മഹാന്മാരുണ്ട്. മരിച്ചിട്ട് വസിയത്ത് ചെയ്യുക എന്തിന് ചെയ്യാവുന്നതാകുന്നു. സ്വപ്നത്തിൽ വസിയത്ത് ചെയ്യുക. ഷെയ്ഖ് ഹസ്രജിയുടെ സ്വപ്നം ഖാസിമിയുടെ അഭിപ്രായ പ്രകാരം എല്ലാ നിലക്കും സ്വീകരിക്കാൻ പറ്റുന്ന സ്വപ്നമായിട്ടും കണ്ടത് കാന്തപുരം ഉസ്താദിനെയായി എന്ന ഒറ്റ കാരണത്താൽ ഷെയ്ഖ് ഹസ്രജിയെ ഉളുപ്പില്ലാതെ തള്ളിപ്പറയുന്ന മറ്റൊരു കാരണവരെ കാണൂ. ഇനി ആ കൊടുത്തതായിരിക്കുന്ന അഹമ്മദ് പറഞ്ഞ ഹസ്രജിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കേൾക്കപ്പെടുന്നുണ്ട്. മുമ്പ് കുലൈബിനെ കൊണ്ടല്ലേ, അത് കണ്ട് ഏലായ നമുക്ക് എന്ത് അഹമ്മദ് ഹസ്രജി. അപ്പൊ അയാള് വന്നിട്ടുള്ളൊരു ചുക്കോ. ഓ ചെറുശ്ശേരി ഉസ്താദെ, നിങ്ങളിവിടെ തള്ളിപ്പറഞ്ഞത് അൻസ്വാരി കുടുംബത്തിൽപ്പെട്ട വലിയൊരു മഹാനെയാണോ? എങ്കിൽ മിസ്റ്റർ ഖാസിമിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടോ? വെറുതെ നോട്ടീസ് ഒട്ടിക്കട സുന്നിയാകണ്ട. അങ്ങനെയും കുറച്ച് സുന്നിയാളുണ്ട്. ഒല പണി സുന്നത്യമായിട്ടൊന്നും അവർക്ക് ജീവിതത്തിലില്ല. അവർ മനസ്സിലാക്കണ കുറച്ച് നോട്ടീസ് ഒട്ടിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന അങ്ങനെ കുറച്ച് അന്തമുട്ട സുന്നിയാൾ ഇപ്പോഴത്തെ കാലത്തുണ്ട്. അക്കൂട്ടത്തിൽ പെടണ്ട. നോട്ടീസ് ഒക്കെ നല്ല തന്നെയാ, നോട്ടീസ് ഒട്ടിക്കൽ ആവശ്യം തന്നെയാ. പക്ഷേ നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കുമെന്ന് വിചാരിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിക്കുക. ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണ്. അഥവാ അൻസാരിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ്. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ആയത്തുൽ മുനാഫിഖ്, ആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. ആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. ആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാതിരിക്കൽ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറക്കരുത്, മറക്കരുത്. നിങ്ങൾ തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂൽ പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ നിഫാഖിന്റെ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇനി ആ കൊടുത്തതായിരിക്കുന്ന അഹമ്മദ് പറഞ്ഞ ഹസ്രജിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കേൾക്കപ്പെടുന്നുണ്ട്. മുമ്പ് കുലൈബിനെ കൊണ്ടല്ലേ, അത് കണ്ട് ഏലായ നമുക്ക് എന്ത് അഹമ്മദ് ഹസ്രജി. അപ്പൊ അയാള് വന്നിട്ടുള്ളൊരു ചുക്കോ. മറക്കരുത്, നിങ്ങൾ തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂൽ പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ നിഫാഖിന്റെ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. അവസാനമായി അസൂയമൂത്ത് ഹാലിളകിയ ഈ പാതിരിവർഗം മഹാനായ കാന്തപുരം ഉസ്താദിന് നേരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിഷ്കളങ്കരായ പ്രവർത്തകർക്ക് നേരെയും നടത്തുന്ന പച്ചത്തെറികളിൽ നിന്നും ഒരൽപ്പം ഇവിടെ കാണൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് വലിയ വിഷയമാണ്. ഇത് വലിയ വിഷയമാണ്. നേതാക്കൾ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നേതാക്കളിൽ കുറ്റം കണ്ടുപിടിക്കരുത്, ആലിമീങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കരുത്, നേതാക്കളിൽ കുറ്റം കണ്ടുപിടിക്കരുത്. അത് മാത്രം നമ്മളെ പണിയാകരുത്. ഇന്ന് നമ്മളെ പണി അങ്ങനെയാ.
ഇന്ന് നമ്മളെ പണി അങ്ങനെയാ, അത് നമ്മുടെ നാശമാണ്. ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്റെ രീതിയല്ല. ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും. ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്റെ രീതിയല്ല. അങ്ങനെ ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും കൈകോർക്കുന്ന ഒരു പ്രവർത്തനം സഖാവ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്റെ രീതിയല്ല. കാന്തപുരത്തിന്റെ മൂടിയിട്ട വെള്ളത്തിന്റെ മതം മനസ്സിലാക്കിയത് ചുരുക്കത്തിൽ ഇപ്പൊ പിടുത്തം കിട്ടി. കാന്തപുരത്തിന്റെ മൂടിയിട്ട വെള്ളം ആര് കുടിച്ചോ അവർക്കൊക്കെ അരിവാള് രോഗമാണ്. ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്റെ രീതിയല്ല. അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. എല്ലാം കൂടെ നിങ്ങളോട് അങ്ങോട്ട് പറയാൻ പറ്റൂല. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ വ്യഭിചരിക്കുന്നതായി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അത് ചെയ്യുന്നതായി നേരിട്ട് സാക്ഷികൾ 4 ആളും കണ്ടിരിക്കണം. തന്നെ കാണണം, അങ്ങനെ തന്നെ കണ്ടിരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കോമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം, വളരെ ആലോചിക്കണം. എല്ലാവരും ചിന്തിക്കണം. വ്യഭിചാരം വളരെ നാശമാണ്, എന്നാൽ അതുപോലെ നാശമാണ് വ്യഭിചാരം പറയൽ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കോമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അത് വളരെ നാശം. ഇനി പറയുന്നവർ തന്നെ അത് അങ്ങാടി പറയാൻ പാടില്ല, ഹാക്കിമിന്റെ മുന്നിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ. ഒരു കാര്യത്തെ പരസ്യമായി പറയുന്ന അള്ളാഹുവിന്, ചീത്ത പരസ്യമായി പറയുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ല. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. വളരെ ചിന്തിക്കണം. മര്യാദകൾ റമദാൻ മാസത്തില് അവനവന്റെ അമല് ബാത്തിലാക്കാൻ നടക്കണ്ട. വളരെ ചിന്തിച്ചോ, വളരെ ആലോചിച്ചോ, എല്ലാരും ചിന്തിച്ചു കൊള്ളുക, എല്ലാരും മനസ്സിലാക്കി കൊടുക്കുക. 7 വൻകുറ്റങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരത്തെ അല്ല പറഞ്ഞത്. വ്യഭിചാരം വലിയ കുറ്റാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരല്ല, പിന്നെയോ വ്യഭിചാര ആരോപണമാണ്. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. വ്യഭിചാര ആരോപണമാണ്. വളരെ ചിന്തിക്കണം. അറിഞ്ഞാൽ പോലും പറയാൻ പാടില്ല. പറയാം ഹാക്കിമിന്റെ മുന്നിൽ. സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് പറയുന്ന ആളുകളെ 80 അടി അടിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. അതൊരു വർദ്ധന. ഇത് പറഞ്ഞെന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ പാടുന്ന പാട്ട് പാടരുത്. അതൊരു വർദ്ധന. ഇത് പറഞ്ഞെന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ പാടുന്ന പാട്ട് പാടരുത്. അതൊരു വർദ്ധന. ഏതോ തമ്മാടികൾ പറഞ്ഞുണ്ടാക്കണ നിങ്ങൾ ഏറ്റു പറയാൻ പാടില്ല. അതൊരു വർദ്ധന. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബൈൻ ഫതബയ്യനു. ഫാസിഖ് എന്ന പരിധിയിൽ ഇന്നത്തെ എല്ലാ പത്രക്കാരും വരും, എല്ലാ ചാനലുകാരും വരും. ഇവരൊക്കെ ഫാസിഖാണ്. ഇവരൊക്കെ ഫാസിഖുകൾ തന്നെയാണ്. ഇവരൊക്കെ ഫാസിഖാൻ. ശരഈയായ മാനദണ്ഡം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവരൊക്കെ ഫാസിഖിന്റെ പരിധിയിൽ വരുന്ന ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾ പലരും, എല്ലാരെയും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ വളരെ ആലോചിക്കണം. വ്യഭിചാരം വളരെ നാശമാണെങ്കിൽ വ്യഭിചാരത്തെ പോലെ വളരെ നാശമാണ് വ്യഭിചാര ആരോപണം. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കോമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. വലിയ പെടല വെട്ടറ്. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ. 1. 2 ത്വാലിബുൽ ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത 3ാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. ഇവിടെ തൃശൂർ ജില്ലയിൽ കോഴിക്കുഴി എന്ന സ്ഥലത്ത്
കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ദ്വീപിലെ കോയയെ പിടിച്ച് തങ്ങളാക്കിയത് ഇവിടെയാണ്. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടരുത്. ഇനി ദേഷ്യപ്പെട്ടാൽ എനിക്ക് വിഷയവും അല്ല. എന്റെ പ്രശ്നത്തിലേ ഉള്ളൂ, നിങ്ങൾ നാവുള്ള കാര്യത്തിൽ സത്യം പറയാന്നുള്ളതാണ്. കോഴിക്കോയിൽ സലാത്ത് നടന്നിരുന്നാൽ കോഴിക്കോട് തങ്ങൾ എന്ന് പറഞ്ഞ് പല ആളും കൊണ്ട് അമ്മ തങ്ങളല്ല, കോയാണ്. വല്ലാതെ അതൊന്നും പറയുന്നില്ല. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവും ഇല്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കുബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? ഇനി ആവൂല. ഞാൻ 100 കൊല്ലത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ആവൂല. ഞാൻ 100 കൊല്ലത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്, കാന്തപുരത്തെ നമുക്ക് വന്യരായ ഉസ്താദുമാരുടെയും നേരിട്ടും അടുത്തറിയാം. വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും ഒരു ലജ്ജയുമില്ലാത്ത മാന്യ പണ്ഡിതനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് തകർക്കാനുള്ള ചാരപ്രവർത്തനം നടത്തുന്ന കാന്തപുരം നിസ്സാര പ്രശ്നമായി കാണാൻ പാടില്ല. നാട് നിറയെ സ്വലാത്ത് കൊണ്ടു കിടക്കുക. പൂരിക്കുഴി തങ്ങൾ തങ്ങളുണ്ടായിരുന്നു സ്വലാത്തിന്റെ തങ്ങൾ.